اللهم صل على سيدنا محمد وعلى ال سيدنا محمد والعافية المستقيم. പ്രിയപ്പെട്ട സഹപാഠികളെ, ഉസ്താദുമാരെ, പരിശുദ്ധവും പരിപാവനവുമായ ദീനിന്റെ വാഹകരും വക്താക്കളും ആവാൻ നമുക്ക് നാളെ തൗഫീഖ് നൽകട്ടെ. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ILM എന്ന കോഴ്സ് പഠിക്കുവാനും അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ILM കോഴ്സ് നടത്തുന്നത് നമ്മുടെ സുനി സെന്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ സുനി സെന്റർ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദുബായിലുള്ള മെയിൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ദുബായ് സുനി സെന്ററിന്റെ കീഴിലാണ്. അപ്പോൾ സംസ്ഥയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട്. നമ്മുടെ പുതുതലമുറക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ILM. അതുപോലെ തന്നെ വൈദ്യർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുണ്ട്. അതുപോലെ കിറാത്തിന് പഠിക്കാനുള്ള കോഴ്സുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന മിക്കവാറും ആളുകൾക്ക് അതേപറ്റി അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും അതിന്റെ പ്രചാരകരും അതേപോലെ തന്നെ അതിന്റെ വാഹകരുമാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി നമ്മൾ ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് ഒരു പടച്ചവന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ഒരു നല്ല പണ്ഡിതനുണ്ടാവേണ്ട ഗുണഗണങ്ങൾ പഠിതാക്കളായ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ പണ്ഡിതനാണ്. 40 മുഷാവറ മെമ്പറും ഒക്കെയുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊക്കെ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ ഒരു പ്രത്യേകത കിട്ടിയത് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ഒരു ചെറിയൊരു കഥ പറയാം. ഒരു ഇബാദ് എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. ഇബാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇബാദ് വിഭാഗത്തിൽ ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാൻ എനിക്ക് മതം മാറിയിട്ട് ഇസ്ലാമാകാൻ വേണ്ടി താല്പര്യമുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പൊ കുറെ മതവിഭാഗങ്ങളുണ്ടല്ലോ. അതാ നമ്മുടെ ഇസ്ലാമിൽ തന്നെ നമ്മുടെ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഒരുപാട് സുന്നികളുണ്ട്, ജമാഅത്തുണ്ട്, സുന്നികളെന്ന് ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പൊ ഏതാണ് നല്ല എനിക്കിപ്പം ചേരാൻ പറ്റുന്നത്? ഇപ്പൊ സുന്നികൾ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പൊ ഏതാ ചേരാൻ പറ്റുമെന്ന് വെച്ചോളൂ ഈ വിഭാഗത്തിന്റെ നേതാക്കന്മാർ. അപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ സ്വയമേവ വന്നിട്ടുണ്ട്, അത് പ്രേരണയല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ സ്വയമേ പഠിച്ചു വന്നല്ലോ ഞാൻ താല്പര്യപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളതിനെ ഒന്ന് കണ്ടുപിടിക്കണം. അതിന് ഒരു കാരണം ഏതാണ് നല്ല വിഭാഗം ചേരാൻ പറ്റും. അപ്പോ ഇയാള് പിന്നെ പോയിട്ട് കുറച്ച് 1-2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ വിഭാഗത്തിന്റെ നേതാക്കന്മാരോട് പറഞ്ഞു, ഇതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു ക്ലൂ തരണം, ഇത് കണ്ടുപിടിക്കാൻ ഏതാ നല്ല വിഭാഗം. അപ്പോ ഈ വിഭാഗത്തിന്റെ നേതാക്കൾ പറഞ്ഞ ഒരു ക്ലൂ തരാം. ഇപ്പോ നമ്മളിപ്പോ നല്ല പോലെ ജീവിച്ച ആൾക്കാർ ആരെങ്കിലും എന്ന തലമ ഉച്ചരിച്ച് മരിക്കുവാൻ സാധിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഏത് വിഭാഗത്തിലാണ് ഉള്ളതെന്ന് നോക്ക് മാക്സിമം. അപ്പോൾ ഒരാൾ പിന്നെയും പോയി തിരിച്ചു വന്ന് പറഞ്ഞു, അത് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളാണ്. മാക്സിമം പണ്ഡിതന്മാരൊക്കെ മരണ സമയത്തും ആക്കിപ്പത്തൊക്കെ ശരിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ശംസുൽ ഉലമയാണ് നമ്മുടെ മരണസമയത്തുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. എങ്ങനെയാണ് മരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അവസാന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പോകാൻ സമയത്ത് ഏറ്റവും അവസാന സമ്മേളനം പോകുന്ന സമയത്ത് പിൻഗാമിയായിട്ട് സെലൂദ്ദീൻ മുസ്ലിയാരെ ആ സീറ്റിൽ ഇരുത്തിയിട്ടാണ് പോയത്. അതുവരെ അദ്ദേഹം കറക്റ്റ് ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സയ്യിദും ആലിമുമായ സയ്യിദ് ഉലമ ജഫ്രി മുത്തുബായ തങ്ങളാണ്. ഒരേ സമയം സയ്യിദും ആലിമുമായിട്ടുള്ള ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പൊ നമ്മളെ ഒരുപാട് സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടാവും. അതിൽ ആലിമ്യങ്ങൾക്ക് ഇന്നൊരു പഞ്ഞമില്ല, ഇഷ്ടംപോലെ ആലിമ്യങ്ങളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഭയപ്പെടുന്ന ദീനിന് പ്രാധാന്യം കൊടുക്കുന്ന നേതൃത്വം അത് സംസ്ഥയിൽ ഉള്ള ആളുകളാണ് കൂടുതൽ. അതുപോലെ നമ്മുടെ ഈ സംസ്ഥാന പ്രസ്ഥാനം ഇമാം മഹദി നൽകുന്ന കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ ശാന്തിനാളിൽ ഇമാം മഹദി വരുമ്പോൾ അവർക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇമാം മഹദി
നേതൃത്വം കൊടുക്കാൻ വേണ്ടി നമുക്ക് വരുമ്പോൾ ഈ പ്രസ്ഥാനം അദ്ദേഹം അവർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമസ്തയിൽ 10,000-ഓളം മദ്രസകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഏറ്റവും കൂടുതൽ മുസ്ലിം മതവിഭാഗം കേരളത്തിൽ, അതിനുള്ള മെയിനായിട്ട് ഇത്രയും വളർച്ച വന്നിട്ട് മദ്രസ സംവിധാനം മറ്റുള്ളതും ഒന്നാണ് ഇത്രയും വളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സംസ്ഥ ഇത്രയും വളർന്നത് എന്നുള്ളതിന് ഒരു കാരണം എന്ന് വെച്ചാൽ ആദർശ വിശുദ്ധിയാണ്. അതായത് പണ്ഡിതന്മാരുടെ ആദർശ വിശുദ്ധിയാണ് ഇത് ഇത്രയും വളർന്ന് വന്നത്. അതുപോലെ തന്നെ സേവന തൽപരരായ ഉലമാക്കളും ഉമ്മറാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് വന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഹിദായത്ത്, അതായത് സന്മാർഗം. നമ്മൾ തന്നെ നിസ്കാരത്തിൽ തന്നെ 17 വട്ടം ദുആ ചെയ്യണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളുടെ ദീനിന്റെ നേരായ മാർഗത്തിലേക്ക് നയിക്കണേ എന്ന് പറയാം. നമ്മൾ തന്നെ 17 പ്രാവശ്യം കൂടെ എല്ലാ ദിവസവും നമ്മൾ ദുആ ചെയ്യണം. അപ്പോ ഇതിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമുക്കറിയാം, ഞങ്ങളുടെ നേരായ മാർഗത്തിലേക്ക് നയിക്കണേ എന്നുള്ളത്. ഏതാണ് ഈ നേരായ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുണ്ടാവും. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ആരാണ് അനുഗ്രഹിച്ചവർ? അത് സൂറത്തുൽ നിസായിൽ 69-ാമത്തെ ആയത്തിൽ 12 മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇതിൽ 4-ാമത് പറഞ്ഞത് വസ്സാലിഹീൻ. ആ സ്വാലിഹായ ആളുകളെ നമ്മൾ പിൻപറ്റുക. ഈ സ്വാലിഹായ ആളുകൾ എന്ന് പറഞ്ഞാൽ താടി കുറെ വെച്ച ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ് നോക്കിയിട്ടോ ഉള്ള ആൾക്കാരാണ്. ഒരു ആക്കിപത്ത് നോക്കിയിട്ടാണ് വിലയിരുത്തുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് ആക്കിപത്ത് നോക്കിയിട്ടാണ് സ്വാലിഹികളെ വിലയിരുത്തുന്നത്. അപ്പൊ ഷംസുൽ ഉലമയുടെ ഒരു കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ CH ചൈൽഡ്സ് മുസ്ലിയാർ, പാറലൂർ മുസ്ലിയാർ, KT മാലി മുസ്ലിയാർ, സമയം കൊണ്ട് കുറവാണ്. നമ്മുടെ ഇപ്പോൾ കാളപ്പാട് ഉസ്താദ്. അപ്പോൾ അങ്ങനത്തെ അമൃത ആൾക്കാരെ റാത്തുള്ള മരണമാണ് എല്ലാവരും കിട്ടിയത്. പെണ്ണുള്ള പള്ളി മുസ്ലിയാർ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് റാത്തുള്ള മരണമാണ് കിട്ടിയത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം പറയാനുള്ളത് വെച്ചാൽ ഈ സംസ്ഥ തുടങ്ങിയത് 26/6/1926. അപ്പൊ സംസ്ഥ തുടങ്ങാനുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സമയത്തുള്ള പറയുന്നുണ്ട്. പിന്നെ അതിന്റെ പോഷക സംഘടനയാണ് SKS വരുന്നത്. ഇവിടെ നമ്മുടെ SKS സംഘടനയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ 1934 നവംബർ 14-നാണ് ഭരണഘടന രജിസ്റ്റർ ചെയ്തത്. 1934 നവംബർ 14. അപ്പോൾ 1926-ലാണ് സംസ്ഥ തുടങ്ങിയെങ്കിലും 1934 നവംബർ 14-നാണ് ഭരണഘടന രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതിന് 5 ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഉദ്ദേശ ലക്ഷ്യം പരിശുദ്ധ ഇസ്ലാമിനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തത് എതിരായ പ്രസ്ഥാനത്തെ തടയുക. മൂന്നാമത്തത് അവകാശങ്ങളുടെ അധികാരങ്ങളെ സംരക്ഷിക്കുക. പിന്നെ 4-മത്തുള്ളത് മതവിദ്യാഭ്യാസത്തിനും അതിന്റെ ഭൗതിക വിദ്യാഭ്യാസത്തിനുമുള്ള പ്രാധാന്യം ഒരു മുസ്ലിം. പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ സമുദായത്തിൽ. അപ്പോ ഇപ്പോൾ നമ്മൾ തന്നെ ഈ ചാരിറ്റി വർക്കുമായിട്ട് സമസ്തയെ ബന്ധപ്പെട്ടിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ പ്രളയം വന്ന സമയത്ത് ആദ്യത്തെ പ്രയത്നം 3 കോടി, അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രയത്നം 2 കോടിയോളം സമ്മാനം നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുപ്രഭാതം പത്രം ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിന്റെ വരിക്കാരാകും. 550 ദിവസമാണ് അതിന്റെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ സത്യധാരയാണ് ഇത് നമ്മുടെ ഇവിടുത്തെ SKS പ്രവർത്തിക്കുന്ന സത്യധാരയുടെ ഒരു ലേബലിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിന്റെ സത്യധാരയുടെ എല്ലാവരും വരിക്കാരാവാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇവിടെ ഇബാദ് പ്രവാഹിയുടെ ഒരു ഇബാദ് എന്നൊരു സംവിധാനം നടത്തുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട അതിന് ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ അത് 40 ദിവസം കൂടുമ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും. പിന്നെ 2 ഓൺലൈൻ ക്ലാസ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച 10-15 അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാരുണ്ട്, ചോദ്യമുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി ഒരുപാടുണ്ട്. വിക്കായ പിന്നെ ഒരുപാട് നമ്മൾ നേതാക്കന്മാരുണ്ട്. വിക്കായുടെ ഇത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച 9 മണിക്ക് വെള്ളിയാഴ്ച 9 മണിക്ക് ക്ലാസ് ഉണ്ട് ധാരയിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ തടസ്സപ്പെട്ട ഒരു സംവിധാനമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രത്യേകത ഗുരുമുഖത്തിൽ തന്നെ നമുക്ക് നേരിട്ട് പഠിക്കാം. നമ്മൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിന്റെ പത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ മീമിന്റെ കാർഡുണ്ട്. അതുപോലെ തന്നെ മീമിന്റെ അതായത് മെഡിക്കൽ
പരമായിട്ടുള്ള ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ബാക്കി സമയം കിട്ടുമ്പോൾ വേറൊരു കാര്യങ്ങൾ പറയാം. ഇതുവരെ എന്റെ പ്രസംഗം വീക്ഷിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഒരു ഗാനം സാധിക്കും.